പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മളെ ലോകം മുഴുവനും ഇപ്പോഴേ ഈ ശുശ്രൂഷ കാണാൻ സാധ്യതയുള്ള, ഇന്നും നാളെയും ആഴ്ചയിൽ അടുത്ത ശുശ്രൂഷ വരുന്നവരെ, ഇത് കാണുന്നവരെ ഒരു 70,000 പേരോളം കാണാം. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ലൈവായിട്ടൊരു 3,000 പേര് ഈ ശുശ്രൂഷ ഇപ്പോഴേ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെയും വിവിധ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും വെച്ച് ഈ ശുശ്രൂഷ ലൈവായി കാണുന്നവരെയും പ്രാർത്ഥനയിൽ കൂടുന്നവരെയും അവരുടെ ജീവിത അവസ്ഥകളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി, വിടുതലിനായി, സംരക്ഷണത്തിനായി, ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൊണ്ട് യൂട്യൂബിൽ ജീവിത ദൈവം കണ്ട് പ്രാർത്ഥിച്ച് ജീവിതങ്ങൾ സമർപ്പിക്കുന്നവരെ അഭിഷേകമായ വിധം തത്സമയ സൗഖ്യം നൽകി, വിടുതൽ നൽകി അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള്, പ്രായമായിട്ടുള്ളവർ പോലെയും ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകനും മകളും നിത്യകൃപാനയായ ദിവ്യകാരുണ്യത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദരം വല്ലാതെ ഗ്യാസ് കയറുന്നവരെ, ഭക്ഷണമൊന്നും വയറ്റി പിടിക്കാത്തവരുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ പൊളിച്ചത് കിട്ടുന്നവരെ, എരിച്ചിലുണ്ടാവുന്നവരെ, അല്പം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് തട്ടി വീർക്കുന്നവർ, അൾസർ രോഗികൾ, അങ്ങനെയുള്ള എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വയറിൽ കൈവെക്കുക. രോഗികൾ മാത്രം, ഉദര രോഗികൾ മാത്രമേ കൈവെക്കുക കേട്ടോ. ഉദര രോഗികൾ മാത്രമേ വയറ്റിൽ കൈവെക്കാവൂ. കർത്താവെ, ഉദരത്തെ അങ്ങയുടെ തിരുസന്നിധി തന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും ശുശ്രൂഷ പങ്കെടുക്കുന്നവർ ഉദര രോഗികളുണ്ടെങ്കിൽ ഇപ്പോഴീ അൾത്താറയിൽ നിങ്ങളിലേക്ക് ശക്തി വരേണ്ട സമയമാണ്. ഉദരത്തെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട. സ്പർശിക്കണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ ഉദര രോഗങ്ങള് സൗഖ്യമാകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചുവേദനയുള്ളവര്, കരൾ രോഗികൾ, പാങ്ക്രിയാസിൻ്റെ അസുഖമുള്ളവർ, ഹൃദയരോഗികൾ, അവരെല്ലാം നെഞ്ചത്ത് കൈവെക്കുക. നെഞ്ച് സംബന്ധമായ എല്ലാ രോഗങ്ങളും എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ ആരാധനയിൽ നമുക്ക് ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളുടെ രീതി നോക്കാനാണെങ്കിൽ, നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്ന കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടിയ ഒരു മധ്യശക്തിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് അത് സൗഖ്യമാകും. ഇന്ന് കുറേ സാക്ഷ്യം അങ്ങനെ നമ്മൾ കേട്ടില്ലേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കത് സൗഖ്യം, അവരേത് വിശ്വാസത്തിലുള്ള ആൾക്കാരായാലും ദൈവം അവർക്ക് കരുണ കൊടുക്കും. മുഴകളുള്ളവർ, സിസ്റ്റുള്ളവർ ആ ഇടത്ത് കൈവയ്ക്കേണ്ടതാണ്. ചിലപ്പോൾ ഗർഭാശയത്തിലാകാം, ചിലപ്പോൾ മൂത്രാശയത്തിലാകാം, ചിലപ്പോഴേ എന്തെങ്കിലും മാംസം വളരണത്, അതാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ മാംസ കഷ്ണങ്ങൾ വളർന്നു വരുന്നതാണ് സിസ്റ്റ്.
അതും ഗർഭാശയത്തിൽ വരും, അണ്ഡാശയത്തിൽ വരും, ചില ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ട് അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മുഴയുള്ളവരുണ്ടാവും, തൊണ്ടയിൽ മുഴയുള്ള സംസാക്ഷ്യം കേട്ടില്ലേ? അതുപോലെ കക്ഷത്ത് മുഴയുള്ളവർ, മുഴ ഇനി വേറെ കുഴപ്പമൊന്നുമില്ല, നീരിറങ്ങി കല്ലച്ച് പോയവരുണ്ടാകും, അതും മുഴയായിട്ട് വരും. അവിടെയൊക്കെ നിങ്ങൾക്ക് സ്പർശിക്കാം. പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, ഒന്ന് പറഞ്ഞേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ ഈ രോഗത്തിൻ്റെ മേൽ നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ നാമത്തിലെ ഈ ആരാധന സമയത്ത് ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ സത്യങ്ങ് വല്ലാണ്ടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് മാതാവ്. അതുകൊണ്ട് നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കണം. 28 തവണ IELTS എഴുതിയിട്ട് തോറ്റുപോയിട്ട് പിന്നെ വന്ന് ഉടമ്പടി ചെയ്യുമ്പോഴെങ്ങനെയാണ് ജയിക്കണത്? അമ്മ ജയിപ്പിക്കണതാ. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം 20 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരാണ്. 2 കൊല്ലം 10 കൊല്ലമല്ല, 20 കൊല്ലം. 20 കൊല്ലം ഒരു ഉടമ്പടി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു ഒറ്റ പ്രസവത്തിൽ. ഇപ്പോഴേ ഈ മഹാത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് വിസ്മയമല്ല ഉണ്ടാകേണ്ടത്, വിശുദ്ധിയാണ് ഉണ്ടാകേണ്ടത്. വിസ്മയം ഈ സർക്കസ് കാണുമ്പോൾ ഉണ്ടായിക്കുള്ളൂ. അതിന് നമുക്ക് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല. വിസ്മയം സർക്കസുകാരുണ്ടായിക്കോളൂ. നമുക്കുണ്ടാകേണ്ടത് എന്താണ്? അടയാളം കാണുമ്പോൾ വിശുദ്ധി ഉണ്ടാകണം. കർത്താവ് ഒരു ആദ്യം മോസസിനെ വിളിക്കുമ്പോഴെന്താ പറയണത്? നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്, ചെരിപ്പൂരിയിട്ട് അടുത്തേക്ക് വരാൻ. നമ്മളിലുള്ള എല്ലാവിധ അവിശുദ്ധമായ സാഹചര്യങ്ങളും വിട്ടുപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ദൈവത്തിന് അടുത്തും അകന്നുമില്ല, പക്ഷെ നമുക്ക് അടുക്കുകയോ അകലുകയോ ചെയ്യാം. പറഞ്ഞ മനസ്സിലായില്ലേ? സൂര്യൻ നിൽക്കണത് ഇപ്പം തന്നെ നിൽക്കും. പിന്നെ ആരാണ്? ഭൂമിയാണ് അടുത്ത് വരുന്നതും അകന്നു പോണതും ഒക്കെ അല്ലേ? അപ്പം നമ്മളുടെ റെഗുലേഷൻ നമ്മുടെ കയ്യിലായിരിക്കണത്. വിശുദ്ധി കൊണ്ട് അടുത്ത് വരാം എന്നുള്ളൊരു സൂചന വന്നില്ലേ ചെരുപ്പൂരാൻ പറഞ്ഞപ്പോൾ? അല്ലേ? ചെരുപ്പൂരുകയാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടി എൻ്റെ അടുത്ത് വരാം. വിശുദ്ധി ദൈവം നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ തന്നെ വേറെ ഒരു ജീവിത ക്രമമാണ് വിശുദ്ധി എന്ന് പറയണത്. ദൈവസ്നേഹം തന്നെയാണ്. സ്നേഹം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധിയും ഒപ്പം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും. കൈയിടിച്ച് കിടത്താണ് ദൈവമേ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, വിശുദ്ധീകരിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ ജീവിത രീതികളെ ക്രമപ്പെടുത്തി വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊത്തു ജീവിക്കുവാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അപ്പം മക്കളില്ലാത്തവർ ഇപ്പോഴും വീണ്ടും നമ്മുടെ യൂട്രസിൻ്റെ അവിടെ കൈവെക്കണം കേട്ടോ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം കർത്താവേ,
മക്കളില്ലാത്തവർക്കിടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹം ഒത്തുവരാത്തവർക്കിടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ലഭിക്കുകയും അങ്ങയുടെ വലിയ ശ്രേഷ്ഠ സന്തതിയായി ജീവിക്കുവാൻ സുവിശേഷത്തെ സാക്ഷിയാക്കി മാറ്റണമേ. സുഖിത ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വന്ധ്യയായ എലിസബത്തിന് സന്താന ദൃഷ്ടി കൊടുത്ത ദൈവമേ, സാറായിക്ക് 90 വയസ്സിൽ സന്താന കൃപ കൊടുത്ത ദൈവമേ, സന്താന രഹിതരെ ആശീർവദി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവരെ എന്തോ ഒരു വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് പോലും അറിയാം ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കർത്താവ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞില്ലേ? ഇവരൊക്കെ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ എന്താ? അവിടെ ലവ് ലെവൽ വർദ്ധിച്ചിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് മക്കളുടെ ലവ് ലെവല് സ്നേഹനിലവാരം വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും അവൻ പറയുന്ന പോലെ ചെയ്യണത്. അത് നിത്യത വരെ സഹായകരമാകണം. ഈ സന്ദേശം നിങ്ങൾ വീട്ടിൽ പോയി രണ്ടാമത് യൂട്യൂബിൽ നിന്ന് എടുത്ത് കേട്ട് പഠിക്കണം ഓരോ വചനങ്ങളും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തൈറോയ്ഡ് രോഗികളാണ്. നിങ്ങൾ ഈ രോഗങ്ങളുടെ പേരൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് സങ്കടം വരണം. ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നില്ലേ, സംസാരിക്കാൻ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രോഗം എനിക്കാണ് വന്നിരുന്നെങ്കിലെന്ന് ചിന്തിക്കണം. അപ്പം നമുക്ക് അവരോട് ഒരു സഹതാപവും അവർ ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോവും. എന്ത് രോഗം കേട്ടാലും ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ, ഇതെനിക്കാണ് വന്നിരുന്നെങ്കിൽ. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അച്ഛൻ ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കണം. ഇങ്ങനെ പട്ടിക നോക്കി 2, 2, 4 പറയുകയില്ലേ? ഞാൻ ഓരോ രോഗിക്കുണ്ടാകുന്ന രോഗങ്ങൾ എൻ്റെ മനസ്സിൽ കണ്ട് അത് ഞാൻ അനുഭവിച്ച് അവരുടെ വേദന ഞാൻ ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അവരിനി വേദനിക്കാൻ പാടില്ല. നീ പ്രത്യക്ഷപ്പെട്ട മണ്ണ് എന്നോട് ചോദിക്കാൻ ഞാൻ പറയാതെ എൻ്റെ യോഗ്യത അനുസരിച്ചല്ലാതെ അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെട്ട മണ്ണാണിത്. അപ്പം അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ആശ്രയിച്ചുകൊണ്ട് ഇവിടെ നിന്നെ അവലംബപ്പെടുന്നവരെ ഇവിടുന്ന് സന്തോഷത്തോടെ പോകാൻ ഇടയാക്കണം. അതുകൊണ്ട് എല്ലാ രോഗികളുടെ മേലെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവേ, ഉന്നതമായ നാമത്തിലെ തൈറോയ്ഡ് രോഗങ്ങള്, പ്രോസ്റ്റേറ്റ് രോഗങ്ങള്, ശിരോവേദനകള് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കണേ. സൗഖ്യത്തെ നന്ദി പറയുന്നു. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നീനു തോമസ്. ഞാൻ കടുത്തുരുത്തി മുട്ടുച്ചിറ ഇടവക റുഹാദക്കുർശ ഫൊർവന പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ അവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 14/12/2024 ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഒന്നും എനിക്ക് മാതാവിൽ അധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. പുറത്തേക്ക് പോകുവാനുള്ള കുറേ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ പാസ്സാകും, എനിക്ക് ഓഫർ ലെറ്റർ അങ്ങനെ വരത്തൊന്നുമില്ല. പിന്നെ പാസ്സാകും, എനിക്ക് അതിൻ്റെ അകത്ത് സാലറി ഇഷ്യൂസ് വരും. അങ്ങനെ ഒന്നും കൊണ്ടൊന്നും മാച്ചാകാത്തില്ലാത്ത ഒരിതായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു. എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് ബഹ്റിൻ MOH കിട്ടി. ഞാൻ അങ്ങനെ ബഹ്റിൻ MOHലേക്ക് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി.
പാസ്സായി കഴിഞ്ഞപ്പം എനിക്ക് 2.5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം, അല്ലാതെ പോകാൻ പറ്റത്തില്ലെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഉടമ്പടിയിലാണല്ലോ, എനിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ ഇത് ചെയ്യണം, എന്നാ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഇതായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഞാൻ പരിശുദ്ധ അമ്മയിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് മാർച്ച് 1-ാം തീയതി ആയിരുന്നു 2025. അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുകൊണ്ട് ഇരുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു അഭിഷേകം കിട്ടി. ഞാൻ അങ്ങനെ അപ്പം ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാന കൈക്കൊണ്ട ശേഷം ഞാൻ മുട്ടുകുത്തി നിന്ന് ഈശോയെ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവെ എന്നെ നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഒരു 40 എന്നുള്ള ഒരു സംഖ്യ വന്നു. ആരോ ചെവിയിൽ വന്ന് പറയണത് പോലെ എനിക്ക് തോന്നി. ഞാനപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്നും ഞാൻ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ജപമാല കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി, മനസ്താപ പ്രേരണം ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ എനിക്ക് ഈ 40 എന്നുള്ള സംഖ്യ തന്നതെങ്കിൽ എനിക്ക് ഒന്നുകൂടി കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്തു. ആ വിശുദ്ധ ഗ്രന്ഥം എനിക്ക് കിട്ടിയത് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായമായിരുന്നു. മരുഭൂമിയിലെ പരീക്ഷയായിരുന്നു. അങ്ങനെ അതിൻ്റെ 40 ദിവസം ഈശോയെ പരീക്ഷിച്ച ആ ഒരു നമ്പർ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഈശോയെ ഈ 40 എന്താണ്. അപ്പം ഞാൻ ഓർത്ത് ഇനി ബഹ്റിനിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടാണോ എന്നുള്ള ഇത് ഞാൻ ഇങ്ങനെ ഇരുന്നു. പക്ഷേ ആ സമയം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്കൊരു UK-യിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ UK-യിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതെനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നത് എനിക്ക് ഒരു 2 ലേഡീസ് ആയിരുന്നു. അത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടും എല്ലാം ഇരുന്നത്. അവരെന്നോട് ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിലൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മെയിൽ ചെയ്ത് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ അത് കിട്ടത്തില്ല എന്നുള്ള ഇതിൽ ഞാൻ നിന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യം 40-ാം ദിവസം എനിക്ക് മെയിൽ വന്നു. ഞാൻ സെലക്റ്റായി. എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ COS വന്നു. COS വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ വിസയ്ക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വിസയൊന്നും അടിച്ചു കിട്ടുന്നില്ല, ഒരു മെയിൽ ഒന്നും വരുന്നില്ല. അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, മാതാവേ, എന്നാണ് എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഞാൻ തുറന്നു നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ 6 കൽഭരണികൾ ഇതായിരുന്നു. ഞാൻ ഓർത്തു 6-ാം തീയതി എന്തോ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഏപ്രിൽ 8-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെയെങ്കിൽ 6 എന്നുള്ളത് വെറുതെ ആയിരിക്കും എന്നോർത്തു. പക്ഷേ ഞാൻ എൻ്റെ വിസ വന്നു. ഞാൻ കളക്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ അടിച്ചിരിക്കുന്നത് 6 എന്ന ഡേറ്റിലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഒരുപാട് കരഞ്ഞു സന്തോഷം കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വിസയായിട്ട് ഞാൻ ഇവിടെ വന്ന് അമ്മേനെ കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതെന്നുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണമല്ലോ. അപ്പം ഏജൻസി പറഞ്ഞു, ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അക്കോമഡേഷൻ അവർ ശരിയാക്കി തരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഇനി എത്ര നാൾ ഇനി വെയിറ്റ് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ അന്നും ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് വീണ്ടും ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. 12 കുട്ട നിറയെ മിച്ചം വന്നു എന്നുള്ള ലാസ്റ്റത്തെ ഇതാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി, 12 എന്നുള്ള അക്ക എനിക്ക് മാതാവ് കാണിച്ചു തന്നു. അത് 12 മണിക്കൂറാണോ 12 ദിവസമാണോ അത് 12-ാം തീയതിയാണോ എന്ന് എനിക്കറിയില്ല.
പക്ഷേ മാതാവ് എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. മമ്മി എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, മാതാവ് നിനക്ക് നല്ലതേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്, പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് ടിക്കറ്റ് ഇട്ട് തന്നു. ടിക്കറ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നത് 12-ാം തീയതിയാണ്, ഈ ജൂൺ 12. ഞാൻ 12-ാം തീയതി UK പോകുകയാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നായിരുന്നു. ഓരോ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരാൻ നേരത്തും ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്തും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും പറയും, അമ്മേ എൻ്റെ കൂടെ ഉണ്ടാകണമേ, എൻ്റെ വലതും ഇടതും മുകളിലും താഴെയും എന്നെ പൊതിഞ്ഞു നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും. ഞാൻ വിസയ്ക്ക് പോയപ്പോഴും ഒരു തടസ്സവും കൂടാതെ അമ്മ മാതാവും ഈശോയും അവിടെ മധ്യസ്ഥം വഹിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ പോയപ്പോൾ അമൃതയിൽ വെച്ചായിരുന്നു മെഡിക്കൽ. ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി വരെ തന്നെ പോകുന്നത്. അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ കൂട്ടത്തിൽ വേറെ ആരുമില്ല, വീട്ടിലുള്ള മമ്മിയും പപ്പായും പറഞ്ഞു ഞങ്ങൾ വരാമെന്ന്. അപ്പോഴും ഞാൻ മമ്മിയോടും പപ്പായോടും പറഞ്ഞു, വേണ്ട, പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് കൂട്ടുണ്ട്, അവരെ കൂട്ടുപിടിച്ച് ഞാൻ പൊക്കോളാം. പോയ സമയത്തും ഞാൻ അമ്മയോടും ഈശോയോടും പറഞ്ഞു, എൻ്റെ വലതും ഇടതും നിൽക്കണമേ എന്ന്. അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ സമയത്താണേലും എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ മെഡിക്കൽ ഞാൻ പാസ്സായി. ഞാൻ ഈ 12-ന് UK പോവുകയാണ്. അപ്പോഴും ഞാൻ വിഷമിച്ചു, ഈശോയെ ഞാൻ തന്നെയാണോ ഞാൻ പോകേണ്ടത്? അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും കൂടത്തിൽ പോകാനല്ലോ, അവർക്കും പോകാൻ അങ്ങോട്ടേക്ക്. അപ്പോൾ അവരുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം റെഡിയായി. അതും 12-ാം തീയതി തന്നെയാണ്. അപ്പോൾ മാതാവും ഈശോയും അവർക്കും എനിക്കും കൂട്ടായിട്ട് കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 12-ന് ഞങ്ങൾ 3 പേരും UK പോവുകയാണ്. സെയിം ഫ്ലൈറ്റ്, സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓർഫണേജുകളിൽ ഞാൻ പോകുമായിരുന്നു. അവിടുത്തെ അമ്മമാരോടും അപ്പച്ചന്മാരോടും ഞാൻ സ്നേഹത്തിൽ ഞാൻ സംസാരിക്കുമായിരുന്നു. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി അവിടേക്ക് സൈക്കാട്രിക് മെഡിസിനൊക്കെ ഞാൻ അവിടെയുള്ള ആൾക്കാരെന്നോട് പറഞ്ഞു, നേഴ്സല്ലേ, അതുകൊണ്ട് സൈക്കാട്രിക് മെഡിസിനൊക്കെ അവർക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചു. ഞാൻ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞിട്ട് അവിടെ പോകുമായിരുന്നു. കോട്ടയത്തായിരുന്നു അത്. ഞാൻ അവിടെ പോകും. അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കും, സ്നേഹത്തോട് സംസാരിക്കും. കുറേ പേര്, ഒത്തിരിയേറെ മനുഷ്യരുണ്ട് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ. അവർ പറയുമായിരുന്നു പ്രാർത്ഥിക്കണമേ എന്ന്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞു പിള്ളേരുടെ അടുത്ത് അവിടെയും ഞാൻ പോകുമായിരുന്നു. പിന്നെ ഞാൻ കിഡ്നി പേഷ്യൻസിന് അവരെ സഹായിക്കുമായിരുന്നു. ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് മുടങ്ങാതെ പത്രം വാങ്ങിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ പള്ളിയിൽ പോയിട്ട് വരാൻ നേരത്ത് ഒരു അമ്പലത്തിൻ്റെ നടയിൽ കൂടെയാണ് ഞാൻ വരുന്നത്. അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരവിടെ നിൽക്കും. ഞാൻ അവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും. അവർക്ക് ഞാൻ പത്രം കൊടുക്കും, എൻ്റെ സാക്ഷ്യങ്ങൾ പറയും. അവരെല്ലാം സന്തോഷത്തോടെ കൂടെ ആ പത്രം സ്വീകരിക്കും. അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയും. എനിക്കത് മാത്രം മതി. ഇനിയും എൻ്റെ അമ്മ, എൻ്റെ ഈശോയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്, ഞാൻ പരിശുദ്ധ കുർബാന കുഞ്ഞിലെ തൊട്ട് ഞാൻ കൂടുമായിരുന്നു. പക്ഷെ ആത്മാർത്ഥമായിട്ട് കൂടാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുചേർന്നു. പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന്. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അമ്മ മാതാവ് ഓരോ ഡേറ്റിലൂടെ എൻ്റെ ഈ ജോബ്, എനിക്ക് ഡേറ്റും കാര്യങ്ങളെല്ലാം അമ്മ കാണിച്ചു തന്നത്.
ഇത്രയും നൽകിയ അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി.